നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുമോ ഇല്ലയോ? ചോദ്യം ശക്തമായിരുന്നു. ഇതുവരെയും അദ്ദേഹം എത്തിയിട്ടില്ല. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിയമസഭയിൽ എത്തില്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇന്ന് വരാൻ പാടില്ലെന്നാണ് പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും അവഗണിക്കുക എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ വന്നാലും പരിഗണിക്കില്ല, ഭരണകക്ഷി പ്രതിഷേധിച്ചാലും ഇടപെടേണ്ടതില്ല എന്നതടക്കമുള്ള ഒരു തീരുമാനത്തിൽ നേതൃത്വം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് കടുപ്പിക്കുകയാണ്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സതീശൻ തള്ളിപ്പറഞ്ഞേക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിലും പാലക്കാട് DCCയിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതിന് പാലക്കാട് DCCയിൽ എങ്ങനെയാണ് അവരുടെ ഒരു തീരുമാനം, അതുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ കുഴങ്ങുകയാണ് പാലക്കാട് DCC. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയവർക്ക് അതൃപ്തി ഉണ്ട് എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ രാഹുലിന് സംരക്ഷണം ഒരുക്കാനാണ് ഷാഫി പറമ്പിൽ MP പക്ഷത്തിന്റെ നിലവിലെ തീരുമാനം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFIയും BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീശന്റെ താക്കീത് ലംഘിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ സഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ അറിയിച്ചിരുന്നു. നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഭരണപക്ഷത്തിന്റെ കയ്യിലുണ്ട്. കാരണം ഉഗ്രനൊരു ആയുധമാണ് ഭരണപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ നിയമസഭയിൽ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം തന്നെ രാഹുൽ തന്നെ എത്തിയിരിക്കുന്നത് അത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ആയുധമാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഭരണപക്ഷം. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിൽ വിട്ടുകൊടുക്കരുത് എന്നൊരു തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവുമായിരിക്കുകയാണ്. തിങ്കളാഴ്ച ചേർന്ന LDFന്റെയും CPMന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ. ഈ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള സന്ദേശം നൽകി. അതായത് ഈ ഒരു വിഷയത്തിന്മേൽ അവരെ ആക്രമിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം നടത്താം എന്ന രീതിയിലുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് അതിക്രമങ്ങളിൽ ഉയർന്ന പരാതികളും വിവാദങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ പിരിച്ചുവിട്ടതടക്കമുള്ള സർക്കാരിന്റെ കർക്കശമായ നടപടികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വെറും പ്രതിരോധം മാത്രമല്ല, അതിനപ്പുറത്ത് നിന്ന് ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ശക്തമായ മറുപടി നൽകി പ്രതിപക്ഷത്തെ നേരിടുക എന്നതാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള തരത്തിലുള്ള ഒരു മാർഗമാണ് ഭരണപക്ഷം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഇനി എത്തിയാൽ സാഹചര്യം അനുസരിച്ച് നേരിടുക എന്ന തീരുമാനത്തിലേക്ക് ഭരണപക്ഷവും എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാഹുൽ എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ, വരുമോ? ചോദ്യങ്ങൾ ശക്തമാണ്. വന്നാൽ തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ആക്രമിക്കുക തന്നെ ചെയ്യും. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ആലോചന ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നതാണ്. എന്തായാലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് കട്ടായം പറഞ്ഞതാണ് രാഹുൽ എത്തേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനെല്ലാം തൃണവൽക്കരിച്ചാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയത് നിയമസഭയിൽ. ഇതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുകയാണോ? പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് കോൺഗ്രസിൽ വിലയില്ലയോ? ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. KPCC അധ്യക്ഷൻ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവ്. ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, KPCC യോഗത്തിലും VD സതീശൻ ഈ ഒരു വിഷയം അത് ഉന്നയിച്ചില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റ് നേതാക്കൾ പക്ഷേ തയ്യാറല്ല. രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ട എന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദം അത് പാർട്ടിയിലുണ്ട്. അതിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചുവരവിന് അവസരം കൊടുക്കണം എന്ന ഒരു അഭിപ്രായമൊക്കെ ഒരു വശത്ത് ഉയരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല. മറിച്ച് രാഹുൽ വരണ്ട എന്ന കട്ടായം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വാശി പിടിക്കുകയാണ്.
എ ഗ്രൂപ്പ് തുടങ്ങിവെച്ച നീക്കങ്ങൾക്കൊപ്പം KPCC നേതൃത്വവും കൈകോർക്കുകയുണ്ടായി. അച്ചടക്ക നടപടിക്ക് ശേഷവും VD സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാടെടുത്തതാണ് എതിർചേരിയെ ശക്തമാക്കിയത്. നടപടിക്ക് ആദ്യം കൈകൊടുത്തവരെല്ലാം പിന്നെ സതീശനെതിരെ ഒന്നിക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് സതീശൻ കരുതി. പക്ഷേ എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിനു മുന്നിൽ KPCC അധ്യക്ഷനും രാഹുലിനോട് നോ പറയാനായില്ല. സഭയിലെത്തും മുമ്പ് രാഹുൽ സണ്ണി ജോസഫുമായി സംസാരിച്ചു എന്നതടക്കമുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. മറുചേരിക്ക് ബലം കൂടിയതോടെയാണ് KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മൗനം തുടർന്നത്. പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വവും ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ആദ്യ ദിനം വന്നു, ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പില്ല. ഭരണനിരയിൽ നിന്ന് കടന്നാക്രമണമുണ്ടായാൽ പ്രതിപക്ഷ നേതാവ് സഭാതലത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞാൽ പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനിടയിലാണ് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പാലക്കാട് സുന്ദരമുന്നതിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് നൽകിയത്. പാലക്കാട്ടെത്തി പരിപാടികളിൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആലോചന. പക്ഷേ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്ന DYFIയുടെയും BJPയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ പൊതുപരിപാടികളിൽ സജീവമാകുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ട്. അതേസമയം വിവാദങ്ങൾക്കിടെ എന്തായാലും ഇന്ന് എത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷം തിരിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട്. രാഹുലിനോട് സഭയിലെത്താൻ നിർദ്ദേശം നൽകിയവരും സഭയിലെ അക്രമങ്ങൾ ഒറ്റയ്ക്ക് നേരിടണമെന്ന നിർദ്ദേശമാണ് VD സതീശൻ അതുപോലെ തന്നെ പാർട്ടി ആ വ്യക്തികൾക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷജീറിന്റെ ഒരു സംരക്ഷണയിലാണ് സഭയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തെയും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു കാര്യത്തെ എങ്ങനെ ഷജീർ അതിജീവിക്കും, അല്ലെങ്കിൽ ഷജീറിനെതിരെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമാണോ ഉണ്ടാവുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാവുകയാണ്. ഷജീറിനെതിരെ പരാതി നൽകാൻ ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുകയാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷനും അച്ചടക്ക സമിതി ചെയർമാനുമാണ് പരാതി നൽകുക. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുക. നേമം ഷജീർ അടക്കമുള്ള യുവ നേതാക്കൾക്കൊപ്പം പ്രത്യേക വാഹനത്തിലായിരുന്നു രാഹുൽ എത്തിയത്. സഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുലിന് ഒരു കുറിപ്പ് കിട്ടിയിരുന്നു. ശേഷം രാഹുൽ ആ കുറിപ്പ് കിട്ടിയതിന് പിന്നാലെ ഇറങ്ങിപ്പോകുകയും ചെയ്തു. പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച രാഹുൽ തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് വന്ന ശബ്ദരേഖയിലെ ശബ്ദം രാഹുലിൻ്റെതാണ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെന്നും ആണെന്നും മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞു മാറി. നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കിട്ടിയ കുറിപ്പ് അത് ആരുടേതാണ്, എങ്ങനെ കിട്ടി, എന്താണ് ആ കുറിപ്പിൽ എഴുതിയിരുന്നത്, ചോദ്യങ്ങൾ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം സജീവമായിരുന്നു. സുന്ദരം കോളനിയുടെ കത്ത് ഇന്നത്തെ റവന്യൂ അദാലത്തിൽ കൊടുക്കണമെന്നെഴുതിയ കുറിപ്പാണ് സഭയിലിരിക്കുമ്പോൾ രാഹുലിന് കിട്ടിയത്. കഴിയുമെങ്കിൽ കത്ത് റവന്യൂ മന്ത്രിക്ക് സഭയിൽ വെച്ച് നൽകണമെന്ന് രാഹുൽ സഭയിലെത്തുന്നതിന് മുൻപ് തന്നെ PA ഓർമ്മിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.